ഈ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ പരാജയത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങളൊന്ന് ജാതി സമവാക്യങ്ങളുടെ സന്തുലിതാവസ്ഥ അവർക്ക് നോക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴത്തെ മന്ത്രിസഭയിൽ ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മന്ത്രിമാരെ നൽകിയിരിക്കുന്നത് ബീഹാറാണ്. ബീഹാറിൽ അടുത്ത വർഷം തെരഞ്ഞെടുപ്പിന് പോവുകയാണ്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തന്നെ NDA കൃത്യമായി തന്നെ ജാതീയ സന്തുലിതാവസ്ഥ കൃത്യമായി തന്നെ അടയാളപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മന്ത്രിസഭയാണ് രൂപീകരിച്ചിരിക്കുന്നത്. അതിൽ 2 പേർ ദളിത് നേതാക്കളാണ്, 2 മന്ത്രിമാർ. 2 മന്ത്രിമാരെ ഇതാദ്യമായി ബീഹാറിൻ്റെ ചരിത്രത്തിലാദ്യമായി, അതായത് EBC, അതായത് എക്സ്ട്രീംലി ബാക്ക്വേർഡ് കാസ്റ്റ്, അതായത് വളരെ പിന്നോക്കം നിൽക്കുന്ന സമുദായത്തിൽപ്പെടുന്ന 2 പേരെ മന്ത്രിമാരാക്കിയിട്ടുണ്ട്. ഇത് ബീഹാറിൻ്റെ ചരിത്രത്തിലാദ്യമാണ്. ഒരു പാർട്ടിയും അങ്ങനെ ആക്കിയിരുന്നില്ല, ഇപ്പോഴതാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ OBCക്ക് 1 മന്ത്രിയും ഭൂമിഹാർ വിഭാഗം, ബീഹാർ വളരെ ശക്തമായ സ്വാധീനമുള്ള സമുദായമാണ്. ഭൂമിഹാറിന് 2 മന്ത്രിമാരും 1 ബ്രാഹ്മണനും മന്ത്രിസ്ഥാനം നൽകിയിട്ടുണ്ട്. കൃത്യമായി തന്നെ കാസ്റ്റുകൾക്ക് അല്ലെങ്കിൽ ജാതീയ സന്തുലിതാവസ്ഥ പരിഗണിച്ച് തന്നെയാണ് മുൻപോട്ട് പോയത്. UP-യിലടക്കം ഇത് പരിഗണിക്കപ്പെട്ടിരുന്നില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും ലോക്സഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ. അത് തിരിച്ചടിക്ക് കാരണമായി എന്ന് പ്രാഥമിക വിലയിരുത്തൽ നേരത്തെ മുതൽ ഉണ്ടായിരുന്നെങ്കിൽ ഇനി പഴുതടച്ച് മുൻപോട്ട് പോകാനുള്ള തീരുമാനമാണ്. ഏതായാലും 2014 പോലെ തന്നെ വീണ്ടും ഒരു രീതിയിലേക്ക്, അതായത് ജാതി മത സമുദായങ്ങളെ കൃത്യമായി തന്നെ അവർക്ക് അവരുടെ ഭാഗതയെ നിർണ്ണയിക്കില്ല, അവരുടെ ഭാഗം കൃത്യമായി തന്നെ വീതം വെച്ചുകൊണ്ടുള്ള ഒരു മന്ത്രിസഭയാണ്. ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മന്ത്രിമാരുള്ള സംസ്ഥാനമായി ബീഹാർ മാറുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ്.